ഞാനൊരു പരാതി പറയാൻ വന്നതാണ്. സാറേ, ഇവിടെ 5ാം ക്ലാസ് ബിയിലേ എന്റെ മോൻ പഠിക്കണ്ട് സുഖില്. സാറേ, അവന് കണക്കൊരു ചുക്കും അറിയാൻ പാടില്ല. സുഖിലിന് മാത്രല്ല, ഇവിടെ UP ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടികൾക്കും കണക്കൊന്നും വലിയ നിശ്ചയില്ല. നിശ്ചയില്ല എന്ന് പറഞ്ഞാൽ കണക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ അവറ്റേക്ക് ഭ്രാന്താണ്. കണക്ക് മാഷന്മാരെയും കണ്ടുകൂടാ അവറ്റകൾ. എങ്ങനെ ഇഷ്ടപ്പെടാനാ സാറേ? എന്റെ മോൻ പഠിക്കണ ക്ലാസ്സിൽ പഠിപ്പിക്കണ മാഷില്ലേ, സത്യശീലൻ മാഷ്, അയാള് ക്ലാസ്സിൽ കയറിയിട്ട് 2 ആഴ്ചയോളമായി. എടോ, അദ്ദേഹം ആർപ്പിയാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലാട്ടാ. അല്ല, ഏതാശുപത്രിയിലാണ്? എടോ, RP എന്ന് പറഞ്ഞ റിസോഴ്സ് പേഴ്സൺ. അദ്ദേഹം പഠിപ്പിക്കുന്ന കണക്ക് കുറച്ചും കൂടി ഗഹനമായിട്ട് പഠിച്ച് മറ്റുള്ള അധ്യാപകർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയിരിക്കാണ്. അത് ശരി. അദ്ദേഹം ഇപ്പോഴും കണക്ക് പഠിച്ചിട്ടില്ല. ചുമ്മാതല്ല, കണക്കെന്ന് കേൾക്കുമ്പോ ചെക്കൻ്റെ കണ്ണ് തള്ളി പുറത്തോട്ട് പോരണത്. എന്നാ നാളെ മുതൽ തന്റെ മോന്റെ കണ്ണ് പുറത്തേക്ക് തള്ളില്ല. എന്താണ്? നാളെ തൊട്ട് കണക്ക് മാഷില്ലേ? മോന് ഇവിടുന്ന് ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വായിച്ചില്ലേ? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാണ് മാഷെ. അപ്പൊ കത്ത് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണ് തന്റെ മകന് കണക്ക് മനസ്സിലാവാത്തത്? നല്ലോണം പഠിപ്പിക്കാണ്ടായിരിക്കും. എടോ, അതല്ല, തന്റെ മകൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് കണക്ക് പഠിക്കുമ്പോ അതെന്താണ് തെറ്റണത്? ഗുണിക്കുമ്പോൾ കൂട്ടുകയും കൂട്ടുമ്പോൾ ഗുണിക്കുകയും ചെയ്യുന്നുണ്ടോ? കണക്ക് വായിച്ചു പഠിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കളെ പറഞ്ഞ് പഠിപ്പിക്കലാണ് നാളത്തെ ഇവിടുത്തെ പരിപാടി. ഇത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ അത് ശരിയാവില്ല സാറേ. കണക്ക് മാഷിനെ പേടിച്ചിട്ട് 8ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയവനാണ് ഞാൻ. ഇനി ഈ പ്രായത്തിൽ സാറിൻ്റെ അടുത്ത് വന്ന് കണക്ക് പഠിക്കാനും നിങ്ങളുടെ തല്ലുകൊള്ളാനും എന്നെ കിട്ടൂല, ശരിയാവില്ല സാറേ. അത് ഭയം കൂടാണ്ട് കണക്ക് പഠിക്കാനും ചിരിച്ചുകൊണ്ട് കണക്ക് പഠിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇവിടെ പഠിപ്പിക്കണത് നിങ്ങളെ. അതോടുകൂടെ കുട്ടികൾക്ക് 100 കിട്ടും, ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും. ഇനി ഇവിടെ വായം പൊളിച്ച് വെക്കണ്ട, പോയിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ 10 മണിക്ക് ഇങ്ങോട്ട് വായു ഇതിൽ അറ്റൻഡ് ചെയ്യും. അപ്പം മനസ്സിലാവും ഈ ഒരു ഗണിതത്തിൻ്റെ ആ ഒരു സക്കതി. എന്ത് സക്കതി? ഇവിടുത്തെ മാസന്മാർക്ക് തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല കണക്കെന്താ. മാഷേ, സത്യശീലൻ മാഷേ, നിങ്ങൾ ഇങ്ങനെ തെക്കും വടക്കും നടന്നാൽ എങ്ങനെയാണ്? എന്റെ ടെൻഷൻ മാഷിന് മനസ്സിലാവൂ. ഞാനാണ് RP. നിങ്ങൾ RP അല്ല, RIP ആയാലും രക്ഷാകർത്താക്കൾ ഇങ്ങോട്ട് വരണ്ടേ? മാഷേ, നമ്മൾ കുട്ടികളുടെ കയ്യിൽ കത്ത് കൊടുത്തു വിട്ടു. കണ്ട ആളുകളോടൊക്കെ വഴിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു രക്ഷാകർത്താവിനെ പോലും ഇവിടെ കാണാനുണ്ടോ നോക്ക്. നിങ്ങൾ ഇവിടെ വരുന്ന രക്ഷാകർത്താക്കൾക്ക് ഈ ബോർഡുമ്പോൾ കണക്ക് എഴുതി പഠിപ്പിക്കുന്ന അങ്ങാനും വല്ലതും പറഞ്ഞിരുന്നോ കുട്ടികളോട്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം? അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ, അവരുടെ ഗണിത ഭാവിക്ക് വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞാൽ? നിങ്ങൾ ആദ്യം ഇങ്ങടെ ഈ മീസൊന്ന് പറ്റുമോ? ഇത് കാണുമ്പോ തന്നെ അറയണ കണക്ക് കൂടി മറന്നു പോകും ആൾക്കാർ. ഞാൻ പീശപ്പുറക്ക് കഴിഞ്ഞിട്ടാ ആളുകൾ വരാത്തത്, മാഷ് പറയുന്നത് കേട്ടാത്തത്. ഇനിയിപ്പോ നമ്മുടെ കഷ്ടകാലത്തിന് ആരെങ്കിലും ഇൻസ്പെക്ഷൻ വന്നു എന്ന് വിചാരിക്കും, അവരോട് മാഷ് എന്ത് പറയും? ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും രക്ഷാകർത്താക്കളില്ല. ഇതൊക്കെ എത്തിങ്കാനെന്ന് TC വാങ്ങി വന്നിട്ടുള്ള കുട്ടികളാന്ന് പറയുന്നത്. അപ്പൊ AEO TC പരിശോധിച്ചാൽ അതിപ്പോ നമ്മളെ പോലുള്ള ആൾക്കാർ മൂത്തിട്ടല്ലേ ഈ AEO ഒക്കെ ആവണത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാഷേ? 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു പരിപാടി വെച്ചിട്ട് ഒരൊറ്റ രക്ഷാകർത്താവിനെ ഇങ്ങോട്ട് കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മോശം കണക്ക് മാഷിക്കല്ല, ഹെഡ് മാഷിക്കാണ്. ഇതിപ്പോ ഇവിടെ 1-2 മരണം ഉണ്ടായി, പിന്നെ ഭയങ്കര മഴയായിരുന്നു എന്നൊക്കെ അങ്ങോട്ട് എഴുതി വെക്കണം. ഇല്ലാണ്ട് എന്താണ്? ആരാ മരിച്ചത്? ഒരു പഞ്ചായത്തിൽ ആരെങ്കിലൊക്കെ മരിക്കാണ്ടിരിക്കോ സത്യശീല മാസേ? മരിക്കായിരിക്കും. അപ്പോ മഴയൊക്കെ എപ്പോഴെങ്കിലും പോയതൂടെ? പക്ഷേ പെയ്തില്ലെങ്കിലോ? നിങ്ങൾ ആ പനി എന്താ വെച്ചാ നോക്കിയേ, അത് നോക്കും.